കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി മാറ്റാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഹൈസ്കൂൾ വിഭാഗം ഇനി ഉണ്ടാകില്ല. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് സെക്കൻഡറി എന്നാക്കി മാറ്റും. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ സെക്കൻഡറിക്ക് കീഴിലാക്കുകയും ചെയ്യും. 7 വരെയുള്ള പ്രൈമറി സ്കൂളുകളുടെ അക്കാദമിക മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെയും നിയമിക്കും. ഹൈസ്കൂളിൽ മാത്രമായി ഇനി അധ്യാപകരെ നിയമിക്കില്ല. ഹയർ സെക്കൻഡറിയിൽ ജൂനിയർ, സീനിയർ തസ്തികകളും ഉണ്ടാകില്ല. സെക്കൻഡറിയിൽ നിയമിക്കുന്നവർ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിപ്പിക്കുകയും ചെയ്യണം. അപ്രായോഗികമായ ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടക്കുന്നത്. ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നവർ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിപ്പിക്കണമെന്നൊരു നിർദ്ദേശത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത്. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അപ്പാട് തകർക്കുന്ന ഒരു നീക്കമാണ് ഇത്. മതിയായ യോഗ്യതകളില്ലാതെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിപ്പിക്കാനെത്തുന്ന അധ്യാപകർ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അപ്പാട് തകർക്കും. സർക്കാരിന്റെയും കൃത്യമായ അജണ്ടയുടെ ഭാഗം തന്നെയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്താൽ മാത്രമേ CPM എന്ന പ്രസ്ഥാനത്തിന് നിലനിൽക്കാനാകൂ എന്ന ബോധ്യത്തിൽ നിന്നാണ് പടിപടിയായി പണ്ട് MA ബേബി മുതൽ തുടങ്ങിവെച്ച ഈ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന പ്രവണത ഇപ്പോൾ അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. CPMന് ജയ് വിളിക്കാനും കൊടി പിടിക്കാനും ആളെ കൂട്ടാൻ വേണ്ടി തലമുറകളുടെ ഭാവിയെ തന്നെയാണ്. സെക്കൻഡറിയിലെ അധ്യാപക നിയമനത്തിന് ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും നിർബന്ധമാക്കിയെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ നിലവിൽ 8 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ ഇനിയുള്ള ഭാവി എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ബിരുദാനന്തര ബിരുദമുള്ള അധ്യാപകരല്ല ഇപ്പോൾ ഹൈസ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം അധ്യാപകരും. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരുടെയും ഭാവി തുലാസിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. ഈ സമ്പ്രദായം നിലവിൽ വരുന്നതോടെ +2 അധ്യാപകർക്ക് ജോലി വർദ്ധിക്കും. നിലവിൽ 11ഉം 12ഉം ക്ലാസുകളിൽ മാത്രമാണ് അവർക്ക് പഠിപ്പിക്കേണ്ടത്. ഈ പരിഷ്കാരത്തോടെ സർക്കാരിന് ചെലവ് കുറയും എന്നാണ് സർക്കാരിന്റെ വാദം. നിലവിൽ 11ലും 12ലും മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകർ 8 മുതലുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കേണ്ടി വരും. അത് അധ്യാപകരുടെ ജോലിഭാരം കൂട്ടുമെന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും അത് സാരമായി ബാധിക്കുകയും ചെയ്യും. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം. പല സർക്കാർ സ്കൂളുകളും നിലനിന്നു പോകുന്നത് +2 ക്ലാസുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികളുടെ എണ്ണം തുലോം കുറവാണ്. തിരുവനന്തപുരത്തെ SMB സ്കൂൾ മുമ്പ് വളരെ പേരുകേട്ട സ്കൂളായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പഠിച്ച സ്കൂൾ. പക്ഷെ ആ സ്കൂളിൽ പഠിച്ച ഒരു നിലവാരം പിന്നീട് അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞോ എന്ന ചോദ്യം ഇപ്പോഴും അണിയറയിൽ ഉയരുന്നുണ്ട്. നഗരഹൃദയത്തിലെ ഈ സ്കൂളിൽ പോലും 5 മുതൽ 10ാം ക്ലാസ് വരെ വളരെ കുറച്ചു കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹൈസ്കൂൾ തലത്തിൽ അധ്യാപകർ ഉണ്ട് താനും. ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഏകീകരിക്കുന്നതെന്നാണ് മന്ത്രിയുടെ വാദം. എന്നാൽ 1-2 സ്കൂളുകൾ മാത്രം കണക്കിലെടുത്ത് കേരളത്തിലാകെ ഇങ്ങനെയൊരു സമ്പ്രദായം കൊണ്ടുവരുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെയും അധ്യാപകരുടെ പ്രവർത്തനത്തെയും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മരമണ്ടന്മാരെടുത്ത തിരുമണ്ടൻ തീരുമാനമെന്നേ ഇതിനെ വിശേഷിപ്പിക്കാനാകൂ. സെക്കൻഡറിക്ക് താഴെയുള്ള സ്കൂളുകളിൽ അധ്യാപകരാകാൻ ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും വേണം. 5 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ അധ്യാപക നിയമനവും വിഷയാധിഷ്ഠിതമായി മാറ്റിയിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചർ, പ്രൈമറി ടീച്ചർ, സെക്കൻഡറി ടീച്ചർ, വർക്ക് എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്നീ 5 വിഭാഗം അധ്യാപകരെ ഇനിയുണ്ടാകൂ. ഇപ്പോഴുള്ള അധ്യാപകരെ ബാധിക്കാതിരിക്കാൻ നിയമന പരിഷ്കാരങ്ങൾ 2030 ജൂൺ 1 മുതലേ പൂർണ്ണമായി നടപ്പിലാക്കൂ എന്ന് സർക്കാർ പറയുമ്പോഴും ഇതിനു പിന്നിലെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല. പ്രധാനാധ്യാപകൻ, പ്രധാനാധ്യാപിക എന്നീ പേരുകൾ മാറ്റി സ്കൂൾ മേധാവികളെല്ലാം പ്രിൻസിപ്പൽ എന്നറിയപ്പെടും. ഇനി DPI, ഹയർ സെക്കൻഡറി, VHSE എന്നീ വിഭാഗങ്ങളിലെ അധ്യാപകരെയും ഉദ്യോഗസ്ഥരെയും കേരള ജനറൽ എഡ്യൂക്കേഷൻ സബോർഡിനേറ്റ് സർവീസ്, കേരള ജനറൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് സർവീസ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി തിരിക്കും. ഈ മാറ്റം എയ്ഡഡ് മേഖലയിൽ നടപ്പാക്കാൻ KER ഭേദഗതി ചെയ്യുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കുള്ള AEO, DEO ഓഫീസുകളും ഹയർ സെക്കൻഡറികൾക്കുള്ള RDD ഓഫീസും VHSEക്കുള്ള AD ഓഫീസുകളും ഇനി ഉണ്ടാവില്ല. പകരം റവന്യൂ ജില്ലകളിൽ പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എന്ന ഓഫീസാവും ഉണ്ടാവുക. ബ്ലോക്ക് തലങ്ങളിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഓഫീസും നിലവിൽ വരും. ജില്ലാ പഞ്ചായത്ത് പരിധിയിലുള്ള സെക്കൻഡറി സ്കൂളുകളിലേതടക്കം പ്രീ പ്രൈമറി മുതൽ 7 വരെ ക്ലാസുകളുടെ അക്കാദമിക മേൽനോട്ടം പഞ്ചായത്ത് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ കീഴിലാക്കും. എന്തായാലും തലതിരിഞ്ഞൊരു വിദ്യാഭ്യാസ നയത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത്. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ബാധിക്കുന്ന, കേരളത്തിന്റെ ഭാവി തലമുറയെ തന്നെ ബാധിക്കുന്ന മണ്ടൻ തീരുമാനമായി മാത്രമേ ഇതിനെ വിലയിരുത്താനാകൂ.